ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെയാണ് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഭയങ്കര മഴയായിരുന്നു പുറത്ത്. അപ്പോൾ മഴ ചെയ്തുകൊണ്ട് തന്നെയും ആരും തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് വരില്ല. അതുകൊണ്ട് പിന്നെ കാപ്പിയൊക്കെ സാവധാനം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും ശനിയാഴ്ച വീഡിയോ ഇടൂലേ അങ്ങനെ ഒരു സംശയത്തിൽ ഇന്നൊരു ദിവസവും കൂടി ആയിരുന്നില്ല. അപ്പോൾ വേണ്ട, ഇടണ്ട എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം ഞാൻ അവിടെ കിടന്നു. ഒരു പണിയില്ലെങ്കിൽ പോലും എനിക്ക് രാവിലെ എഴുന്നേറ്റില്ലെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു ഭയങ്കര ഒരു വിഷമമാണ്. അന്നത്തെ മുഴുവൻ ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വേഗം എഴുന്നേറ്റ്. അപ്പോൾ ഇത്തിരി നേരം കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5:45 തന്നെ ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ ഇന്ന് ഏതായാലും 2 പുതിയ കിച്ചൺ ക്ലോത്ത് എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് 12 എണ്ണത്തിൻ്റെ പാക്കറ്റ് ഒരു 6 വർഷം മുൻപ് ഞാൻ മേടിച്ചിട്ട് ഇപ്പോഴും അത് ബാക്കി 4 എണ്ണം ഇരിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് 2 എണ്ണം ഞാൻ എടുത്തിട്ട് വന്നതാണ്. എനിക്ക് പഴയ തുണികളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാലും എനിക്കൊരു വിഷമമാണ്, കറയാകോ എന്നൊക്കെയുള്ള. പിന്നെ ഇന്ന് എനിക്ക് കിട്ടിയ 8ൻ്റെ പണിയാണ് ഈ കാണുന്നത്. കേടായ തേങ്ങ, ലാസ്റ്റത്തെ തേങ്ങയാണ് നമ്മുടെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. അത് ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞ് പപ്പടം എടുത്ത് പുട്ടിൻ്റെ പൊടി നേരത്തെ തന്നെ നനച്ചും വെച്ച് പോയി. പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം എല്ലാം കേടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും, തേങ്ങയില്ലല്ലോ പപ്പ എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞ് തേങ്ങയില്ലാതെ പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് വീട്ടിൽ തേങ്ങയില്ലാതെ പുട്ടുണ്ടാക്കി. അങ്ങനെ ആ പഴവും കൂട്ടിയിട്ടൊക്കെ പപ്പ ഒരുവിധം പഴുത്ത പഴമല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും തേങ്ങയില്ലാതെ ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ റോജറിന് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ തലയിൽ എണ്ണയൊക്കെ ഇടുന്ന ദിവസം. അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഇട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് അതും കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് മുടി അത്യാവശ്യം ഉണക്കണേണ്. കാരണം മഴ ചെയ്തുകൊണ്ട് തന്നെയും മുടി ഉണങ്ങി കിട്ടേയില്ല. പിന്നെയാണെങ്കിൽ അവന് പുറത്തേക്ക് പോകണം. അപ്പോൾ റിച്ചാർഡും റോജറും കൂടിയിട്ട് അവൻ്റെ ലാപ്ടോപ്പിന് ഒരു കേട് വന്നിട്ട് നന്നാക്കാൻ എറണാകുളത്തേക്ക് പോയി. അത് അവൻ്റെ സ്വന്തം ലാപ്ടോപ്പ് ഉണ്ട്, കമ്പനി ലാപ്ടോപ്പല്ല. അപ്പോൾ അത് പോയെങ്കിലും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അവർക്കത് എടുക്കാൻ പറ്റില്ല. ഇനി മൺഡേ കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞേക്കണം. അങ്ങനെ അത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പോയപ്പോഴത്തേക്കും ഇവർ വരുമ്പോഴേക്കും സർപ്രൈസായിട്ട് ബിരിയാണി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സമയമാണെന്നുണ്ടെങ്കിൽ കുറേ അധികമായിട്ടുണ്ട്. കാരണം ഇവർ പോകുന്നത് വരെയും പിന്നെ നമ്മൾ ഒരു പണിക്ക് നിൽക്കാനും പറ്റില്ല. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവരൊക്കെ പോകാതെ ഒരു നിവർത്തിയില്ല. പപ്പ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് പപ്പയും പോയേക്കണേ. അതുകൊണ്ട് ആരുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് നീ സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യലാന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണികൾ, നമ്മുടെ ഉടുപ്പുകളൊക്കെ ഒരു സെറ്റ് കഴുകി മാറ്റി. പിന്നെ ഞാൻ റിച്ചാൻ്റെ ബെഡ്റൂമിന്ന് വിരിപ്പും പുതപ്പും അതൊക്കെയാണ് ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ പുതപ്പ് ഒറ്റയ്ക്ക് ഇടാൻ പറ്റുള്ളത്, അത് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ മെഷീൻ്റെ മുകളിൽ 2 ബെഡ്ഷീറ്റ് ഇരിപ്പുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയൊക്കെ ഇനി വാഷ് ചെയ്ത് ഇടണം. അപ്പോൾ ഒരുപാട് വാഷിംഗ് ഉണ്ട്. അന്നേ മഴയുമാണ്. ഇനി മഴ മാറാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ കേരളം മൊത്തം മഴ തന്നെയാണ്. അപ്പോൾ ഇനി മഴ അങ്ങനെ നടക്കട്ടെ, നമ്മളുടെ വാഷിങ്ങൊക്കെ അതൊരു വഴിക്ക് നടക്കട്ടെ. അപ്പോഴേക്കും സമയം കണ്ട 12:27 കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത് കേട്ടോ. അപ്പോൾ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അത് പുറത്ത് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കണേണ് കേട്ടോ. പിന്നെ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു ഐസൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പിന്നെ ഇനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ 12:45 കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി വെക്കലെന്നൊക്കെ പറയണതില്ലേ, അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. പെട്ടെന്ന് നമുക്ക് ചോറും കറി വെക്കണതിനേലും എളുപ്പം വെക്കാം, സാധനങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഞാനീ കാണിക്കണത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം മസാല കുറഞ്ഞ ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പുതിനയില മല്ലിയില ഇട്ട് തൈര്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇന്നലെ ചതച്ച് വെച്ചതുകൊണ്ട് അത് ഇടാൻ പറ്റി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയേ ഉള്ളൂ. പിന്നെ നാരങ്ങനീര് ചേർക്കാട്ടോ. നാരങ്ങനീര് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ പേരിനൊരു ഇത്തിരി മുളക് പൊടി ചേർക്കണുണ്ട്. അത് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. എങ്കിലും ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ സംഭവം ചിക്കനും ഇട്ടങ്ങോട്ട് പുരട്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലില്ലേ ഒരു വലിയൊരു പണി കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾക്ക് സവാള വഴറ്റേണ്ട ഒരു പരിപാടിയുള്ളൂ. ഞാൻ എൻ്റെ അമ്മ ബിരിയാണി വെക്കണ കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലേ. എൻ്റെ അമ്മ ബിരിയാണി വെക്കണത് ചിക്കൻ ബിരിയാണി ഒരിക്കലും വെക്കാറില്ല, ബീഫ് ബിരിയാണിയാണ് വെക്കണത്. അതുപോലെ സവാള ഉപയോഗിക്കില്ല, ചെറിയ ഉള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഈ കൂട്ടത്തിൽ തന്നെയാണ് മാരിനേറ്റ് ചെയ്ത് ഒന്നിച്ച് വെച്ചിട്ടാണ് പിന്നെ അത് വേവിച്ചെടുക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ അധികം വേവില്ലാത്ത ഇറച്ചിയാണ് മേടിക്കുന്നത്. ബിരിയാണിക്ക് ഇത്തിരി ഇള ഇറച്ചിയല്ലേ മേടിക്കണം. അത് നമുക്ക് സാധാരണ പാത്രത്തിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം. എന്നിട്ട് അതിൻ്റെ മീതയിലേക്ക് അരി വേവിച്ച് ദം ചെയ്യണത്. പക്ഷേ സൂപ്പർ ബിരിയാണിയാണ്. ഒരു പ്രാവശ്യം ബീഫും മേടിച്ചിട്ട് അങ്ങനെ വെക്കണമെന്ന് ഞാൻ ഓർക്കണുണ്ട്, വെക്കുമ്പോൾ കാണിച്ചു തരാം. ഏതായാലും ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഞാൻ സവാള വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള വഴറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ വറുക്കാനുള്ള സവാള ഒന്ന് വറുത്തങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ദം ചെയ്യണ പാത്രത്തിൽ തന്നെ സവാള വറുക്കാനും കൂടിയിട്ട് ഇട്ടേട്ടാ.
ഞാനിതേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ശക്തിയായ മഴയാണെന്നേ, അതിൻ്റെ ശബ്ദം ഇതിൻ്റെ ഇടയിൽ കൂടി കേൾക്കണുണ്ടേ. പിന്നെ ഞാനിതേ വാതിലൊക്കെ ഒന്ന് അടച്ച് എല്ലാം അടച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇത്തിരി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണത്. അപ്പം നമ്മളില്ലേ ഈ വറുക്കാനുള്ള സവാള കൊണ്ട് വറുക്കണ നേരത്തിന് വഴറ്റാനുള്ള സവാള നമുക്ക് പൊളിക്കുകയും ചെയ്യാം, അരിയുകയും ചെയ്യാം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് ഒന്നിച്ച് നിന്ന് പാചകത്തിന് നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ടൈമൊക്കെ വെറുതെ വേസ്റ്റാണ് ഞാൻ നോക്കിയിട്ട്. കാരണം ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 12:30 വെച്ചാലും മതി, നമുക്ക് 1:30 മണിയാകുമ്പോഴത്തേക്കും ബിരിയാണി കഴിക്കാൻ പറ്റും. അപ്പം ഞാനങ്ങനെ ഒരുപാട് ഇങ്ങനെ തയ്യാറാക്കി എല്ലാം നിരത്തിയൊന്നും അങ്ങനെ വെക്കാറൊന്നുമില്ല. പിന്നെ നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി കാണിക്കുമ്പോഴൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ അരിഞ്ഞ് നിരത്തിയൊക്കെ വെക്കണ പോലെ ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട്. ഇതിപ്പം നമ്മൾ നിത്യം ചെയ്യുന്നൊരു വ്ളോഗ്, അതിനിടയിൽ നമ്മളിന്ന് കഴിക്കുന്ന ഫുഡ് അത്രയൊക്കെ ഉള്ളു. അപ്പോൾ അവിടെ ഈ ഇത് സവാള വറുക്കാനിട്ടിട്ടില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കണമല്ലേ, അപ്പോൾ അത് ഇടയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റേ സവാളയുടെ അകത്തുനിന്ന് കുറച്ച് അറ്റവും തുമ്പൊക്കെ വെട്ടിയതും ഇതിനെ കൂടി നമുക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. മറ്റേതിൻ്റെ ആ നല്ല നല്ല ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ വറുക്കാനായിട്ട്. അപ്പോൾ അത് ബ്ലിങ്കിറ്റിൽ നിന്ന് ഞാൻ മേടിച്ച ഇത് മുന്തിരിയും കശുവണ്ടി ആയിരുന്നു കേട്ടോ. നമ്മളന്ന് വെജ് ബിരിയാണി ഉണ്ടാക്കിയില്ലേ അതിന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ട് തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കണത് കേട്ടോ. ഞാനൊരാളോടും ചോദിക്കണമെന്നില്ല, എനിക്ക് ബിരിയാണി കഴിക്കണമെന്നുള്ള ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഞാനന്ന് സിനിമക്ക് പോയില്ലേ, ചോട്ടാ മുംബൈ കാണാൻ പോയില്ലേ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അന്ന് ബിരിയാണി കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇല്ലേ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് ഇപ്പോൾ ബിരിയാണിയുടെ സ്മെല്ല് വരുന്നു തിയേറ്ററിൻ്റെ അകത്ത്. അപ്പം എനിക്ക് ബിരിയാണി കഴിക്കണം അങ്ങനത്തെ ഒരു ചിന്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ബിരിയാണി കഴിക്കാൻ സാധിച്ചത്. കാരണം അന്ന് സൺഡേ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ശനിയാഴ്ചയാണ് ഇപ്പോൾ അടുത്ത ബിരിയാണി വെക്കണത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആ വറുത്ത സവാള കോരി മാറ്റി അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചാൽ വഴറ്റാനുള്ള സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം അതവിടെ മൂടി വെച്ച്. അപ്പോൾ ഇന്ന് ഞാൻ പച്ചമുളക് അരിഞ്ഞാണ് എടുക്കണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതോടെ എൻ്റെ കയ്യിലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് 3 സാധനം കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കലാണ് പതിവ്. അപ്പോൾ അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞെടുക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ വെന്തരിഞ്ഞ് പോയിക്കോളും, കുഴപ്പമില്ല. പിന്നെ തക്കാളിയും കൂടി അരിഞ്ഞെടുത്തു. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഒന്ന് അങ്ങനെ മൂടി വെച്ചിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളക് കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ കയ്യിൽ ഉണ്ടപ്പോൾ ആദ്യം അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതിലേക്ക് പച്ചമുളകും പിന്നെ ഈ തക്കാളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. അതാണ് പരിപാടി. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ എപ്പോഴും ഒരു കാര്യം ഓർക്കാറുണ്ട്, ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എന്തോരം വെറുപ്പിക്കുന്നുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കി. ഈ പെണ്ണുമുള്ളയുടെ ബിരിയാണി ഉണ്ടാക്കൽ ഏത് കാലത്ത് തീരുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം ചതച്ചാണ് എടുത്തേക്കണത് കേട്ടോ, പേസ്റ്റ് അല്ല. അതും ഇട്ടിട്ട് പിന്നെ അതേ പച്ചമുളകും തക്കാളിയും അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിനി മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരിത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് പോകാം. പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണമെന്ന് മാത്രം. അപ്പം ഞാനിനി അരി എടുക്കാൻ പണി. അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ കൈമ റൈസ് 1 കിലോ അങ്ങനെ തന്നെ പൊട്ടിക്കാതിരിപ്പുണ്ട്, ജീരകശാല അരി ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊന്നും റിച്ചാന് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ദാവത്തിൻ്റെ അരിയൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഏതായാലും ആ കൈമ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം കൈമ റൈസിനൊക്കെ നല്ല ഫ്ലേവറല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് കൈമ റൈസിൻ്റെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഏതായാലും ആ 1 കിലോ അരി ഫുള്ളായിട്ട് എടുക്കണേണ് കേട്ടോ. 1 കിലോ അരിക്ക് മൊത്തത്തിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 1 കിലോ അരി ഈ ഒരു വലിയ പാത്രത്തിലിട്ട് ഇളക്കണേണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടിയിൽ താഴെ വെള്ളം എടുത്താൽ മതിയല്ല. അപ്പോൾ നമുക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അളന്നെടുക്കണത്. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ മഴയില്ലേ തകർത്ത് പെയ്തുകൊണ്ടിരിക്കണേ ഞാൻ ഈ വോയിസ് തുറക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. ഇത് വോയിസിൽ കംപ്ലീറ്റ് മഴയുടെ ശബ്ദമാണ്. ഇപ്പോൾ എല്ലാം അടച്ചിട്ട് പോലും ഭയങ്കരമായ ശബ്ദമാണ്. അങ്ങനെ ഞാൻ എൻ്റെ അരി ആ ഒരു പാത്രത്തിൽ നിറച്ച് പിന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബാക്കിയുണ്ട് കേട്ടോ, 1 കിലോ അരി. അപ്പോൾ ഇനി അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഇരട്ടിയിൽ താഴെ ഞാൻ വെള്ളം എടുത്തിട്ട് ഇനി അത് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യണത്. കൈമ റൈസ് ഒന്ന് കഴുകി വെള്ളത്തിലിടാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ അളന്ന് വെള്ളവും വെച്ചിട്ടുണ്ട്, മസാല ഇട്ടിട്ടുണ്ട്, ഇനി ഉപ്പും കൂടി ഇടണം. അപ്പോൾ 1 കിലോ അരിക്ക് 2.5 ടീസ്പൂൺ ഉപ്പെന്നുള്ള കണക്കിനാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. കാരണം ഈ ഒരു ഉപ്പെന്ന് പറയുമ്പോൾ മിനിമം ഉപ്പേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ കറി ഉണ്ടല്ലോ, കറിയും കൂടി മിക്സായി വരുമ്പോൾ കറിക്കുപ്പില്ലേ അതും കൂടി ചേരുമ്പോൾ ഇത്
നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2.5 ടീസ്പൂൺ ഇത് ഈ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന ആളുകൾക്ക് അത് ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഈ 2.5 ടീസ്പൂൺ ഉപ്പിട്ട ചോറിന് വലിയ ഉപ്പ് നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ തോന്നില്ല. ബിരിയാണി ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കുറവാണല്ല എന്ന് നമുക്ക് ആദ്യം തോന്നും. പക്ഷേ പിന്നെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അതിൻ്റെ കറിയുടെ ഗ്രേവിയും ആ കറിയെല്ലാം കൂടി ചേർത്തിട്ട് അടിവശത്തുള്ള ദം ചെയ്തിടുന്ന സംഭവങ്ങളില്ലേ അതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന് ഉപ്പ് കൂടുതലായിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങും കഴിച്ച് പകുതിയാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് 2.5 ടീസ്പൂൺ ഉപ്പ് 1 കിലോ അരിക്കും മതിയാകുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അത് ഒരുവിധം കുഴഞ്ഞ രീതിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത്തിരി ഒന്നില്ലെങ്കിൽ നമ്മൾ ചിക്കൻ മസാല അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല അതുമല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല. എൻ്റെ കയ്യിൽ ബിരിയാണി മസാലയുണ്ട്, അതുകൊണ്ട് ഞാൻ ബിരിയാണി മസാലയാണ് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനധികം മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സമാധാനമായിട്ട് കഴിക്കാം. നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര കട്ട മസാലയാണ്. അപ്പോൾ അങ്ങനെ മസാല ഇല്ലെന്നുണ്ടെങ്കിലും റിച്ചാർഡിന് അയ്യോ മമ്മി മസാല ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ കട്ട മസാല വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം അവന് മസാല കഴിച്ച് മടുത്ത് ഇനിയിപ്പം മസാല വേണ്ടെന്നാണ് പറഞ്ഞാൽ. നമ്മളെല്ലാവരും അങ്ങനെയുള്ള കഴിച്ച് മടുക്കുമ്പോൾ വേറെ ഒരു റെസിപ്പി പിടിക്കും. അപ്പം ഇപ്പം അങ്ങനെ പിടിച്ചേക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് തന്നെ സൂപ്പറാണ് കേട്ടോ. ഈ മസാല വേണ്ടാത്ത ആളുകൾക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം ഞാനത് വേവിക്കാൻ അത് ഇനി ചെറിയ തീയിലേക്ക് ഇരുന്ന് വെന്താൽ മതി. അപ്പോൾ എനിക്ക് അരിയുടെ വെള്ളം വലിയ ബർണറിലേക്ക് ഞാൻ വെച്ചതാണ്. അത് പെട്ടെന്നൊന്ന് തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഇനി അരി കഴുകി വെച്ചതൊന്ന് ഊറ്റി വെക്കണം. അത് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവമില്ല. ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞെന്ന് വേണം പറയാം. പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയില്ല. ഇനി ഇതിൻ്റെ റൈസ് എടുത്തിട്ട് അതിൻ്റെ മീതിലേക്ക് അങ്ങോട്ട് തട്ടുക, അത്രയും മാത്രമേ ഉള്ളൂ. എളുപ്പ പരിപാടിയാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ മല്ലിയില പുതിനയില എപ്പോഴും കുറച്ചിടാൻ പാടുള്ളൂ. ഒരു 4-5 ഇല മാത്രം ഇടാൻ പാടുള്ളൂ പുതിനയില, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പായിരിക്കുള്ളൂ. മല്ലിയില ഞാൻ സാധാരണ പുതിനയില ഇടാറേ ഇല്ല. എപ്പോഴും ഞാൻ മല്ലിയില മാത്രമേ മേടിക്കുള്ളൂ. കാരണം പുതിനയില എന്ന് പറഞ്ഞതില്ലേ നമ്മൾ സൂക്ഷിച്ചിടണം. അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കയ്പ്പാണ്. ഇപ്പോൾ പിന്നെ ഇതിനകത്ത് ഇത്തിരി പുതിനയില എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. കുറേ ദിവസം മുൻപ് നമ്മൾ മേടിച്ച് മറ്റേ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ വെജിറ്റബിൾ ബിരിയാണി വെക്കാൻ ആ സമയത്ത് മേടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാനകത്തിട്ട് ഇത് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പുതിനയുടെ ഒരു ടേസ്റ്റ് അത് എനിക്കധികം ഇഷ്ടമല്ല, പുതിനയുടെ ആ ഒരു ടേസ്റ്റിന്. അപ്പോൾ 2-3 ഇലയെ ഇടാൻ പാടുള്ളൂ പുതിനയില. മല്ലിയില കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല. അത് നമ്മൾക്ക് വേറെ കയ്പ കാര്യങ്ങളോ ഒന്നും വരില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സംഭവം അവിടെ അരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ ദം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വേവ് കുറച്ചിട്ടുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ റൈസിൻ്റെ ആ വെള്ളത്തിൻ്റെ കണക്ക് കുറച്ചിട്ട് ആണ് ഞാൻ ഇട്ടേക്കണത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മീതയിലേക്ക് റൈസ് അങ്ങോട്ട് കൊട്ടി ഒറ്റ ലെയർ തന്നെ കേട്ടോ. അല്ലാതെ ഇത് നമ്മൾ ലെയറായിരുന്നു ആക്കുന്നു. ഏറ്റവും അടിയിലാണ് റൈസ് ഇടുന്നത്. എൻ്റെ അമ്മ അങ്ങനെയല്ല ചെയ്യണത്. ഓരോ അടിവശത്ത് ബീഫിൻ്റെ കുറച്ച് ഇടും, എന്നിട്ട് റൈസ് ഇടും, അതിൻ്റെ മീതെ കുറച്ചും കൂടി ബീഫിൻ്റെ കറി ഇടും, അതിൻ്റെ മീതെ ലെയർ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യണത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ വറുത്ത സവാളയും കശുവണ്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടിയൊക്കെ ഇട്ട് മല്ലിയിലേക്ക് ഇട്ട് ഇനി കുറച്ച് നെയ്യും കൂടി ഇട്ട് ഒരു പൈനാപ്പിൾ എസൻസ് കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ റോസ് വാട്ടർ ഇടാൻ മറന്നു. ഇതാണ് ശരിക്കും കളറും ഇട്ടിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും കലക്കിയിട്ടിട്ടില്ല. റോസ് വാട്ടർ ഇടാമായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ, അത് മറന്നുപോയി, ഇട്ടില്ല. ഉണ്ടെങ്കിൽ ഇടാം ഒരിത്തിരി. പാലിൽ എന്തെങ്കിലും ഒന്ന് കലക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക. അതും ഒരുപാടാകരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ പൈനാപ്പിൾ എസൻസ് ചേർക്കൂലേ, പൈനാപ്പിൾ അരിഞ്ഞ് ചേർക്കാം, നല്ലതാണ്. അത് ഇടയ്ക്ക് കഴിക്കാനും നല്ലതാണ്, അതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ നമ്മൾ എസൻസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കുത്തും മണമായി പോവും. അപ്പോൾ അതുകൊണ്ട് 1 ഡ്രോപ്പ് 2 ഡ്രോപ്പിൽ കൂടുതൽ ഒരിക്കലും ഇടരുത്. പിന്നെ അത് എന്തോ ഒരു നമുക്ക് ബിരിയാണിയായിട്ട് തോന്നില്ല, പൈനാപ്പിളിൻ്റെ മണം ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് നോക്കിയിട്ടിടണം. അപ്പോൾ ഇത്തിരി ഗരം മസാല ഇതിൻ്റെ മീതയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഓർത്തതുകൊണ്ട് ഇട്ട് കൊടുത്ത് ചില സമയത്ത് ഞാൻ മറന്നു പോകും കേട്ടോ. ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒരു 1-2 തുള്ളി അതിൻ്റെ മീതയിലൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി ദം ചെയ്യാൻ ഇട്ടപ്പോൾ സമയം ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സമയം കാണിക്കുന്നുണ്ട് എത്ര സമയം ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും സമയമായി ഈ പരിപാടി തുടങ്ങിയിട്ട് 1:51. അപ്പോൾ പപ്പക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പപ്പ കഴിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി ദം ചെയ്ത് അങ്ങോട്ട് തീ ഓഫ് ചെയ്ത്, ദം കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ആ സമയത്ത് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും അതവിടെ അരമണിക്കൂറൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ടാണ് സാധാരണ ബിരിയാണി എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ. കാരണം കുട്ടികൾ വന്നതും ബിരിയാണി ഓഫാക്കിയതൊക്കെ ഒരേ സമയത്താണ്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി മാത്രം വെച്ചിട്ട് വേഗം എടുത്തു കേട്ടോ. അപ്പോൾ ഈ മീതെ കിടക്കുന്ന റൈസ് ആ പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തേക്ക് ഞങ്ങൾ മാറ്റാമെന്ന് വിചാരിച്ചാൽ അതവിടെ കഴുകാതെ ഞാൻ വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണില്ലേ, അത് നമ്മളിങ്ങനെ അതിനകത്ത് നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയതുകൊണ്ടാണ്. അതിൽ തന്നെ ഇരിക്കണമെങ്കിൽ ആ റൈസ് എല്ലാം വിട്ട് നമ്മുടെ റൈസിൻ്റെ ഒപ്പത്തിൽ തന്നെ വരും കേട്ടോ. അതപ്പോൾ തന്നെ ഡ്രൈ ആയിപ്പോവും നമ്മൾ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുമ്പോഴേ. അതാണ് അങ്ങനെ ഇത്തിരി ഒട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ റൈസും ഒക്കെ മാറ്റി ഇനി താഴത്തെ റൈസും ഇത് കറിയൊക്കെ ആയിട്ട് കണ്ട ഭയങ്കര ലൈറ്റായിട്ടുള്ള മസാലയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ റോജർ ഈ ലൈറ്റായിട്ടുള്ള മസാല ഇന്നാണ് കഴിച്ചത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയപ്പോൾ റോജർ ബാംഗ്ലൂരായിരുന്നല്ല, അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റോജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഞങ്ങൾ ലൈറ്റായിട്ടുള്ള മസാല ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ എപ്പോഴും പറയും മമ്മി മസാല കുറച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുക എന്നെപ്പോഴും എൻ്റെ അടുത്ത് പറയും കേട്ടോ. അപ്പോൾ അവൻ ഏതായാലും ഇന്നാണ് കഴിച്ചത്. അപ്പോൾ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞ് ഇങ്ങനെ വേണം ഇനി ഉണ്ടാക്കാനായിട്ട്, കൂടുതൽ മസാല ചെയ്യുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഏതായാലും എടുത്ത് ഇത്തിരി സാലഡും ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് വേറൊരു കോമഡി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ബിരിയാണി, ചിക്കൻ ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണിയാണ്, നല്ല കൈമ റൈസിൻ്റെ. പക്ഷേ നമ്മുടെ റിച്ചാർഡിൻ്റെ പരിപാടി നോക്കി, റിച്ചാർഡിന് അറിയില്ലായിരുന്നു ഞാൻ ബിരിയാണി ഉണ്ടാക്കണുണ്ടെന്നുള്ളത്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞേച്ച് അവന് എന്താണ് മറ്റേ അന്ന് മേടിച്ച ബിരിയാണി ഇല്ലേ, പണ്ടാരീസ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവൻ ഓർഡറും ചെയ്ത് വെച്ച് അത് 2 ബിരിയാണി അത് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നീ കഴിച്ചോ, കുഴപ്പമില്ല, മറ്റേ ബിരിയാണി ബാക്കി ഇപ്പോൾ ഇവൻ കഴിക്കാത്തതുകൊണ്ട് കുറച്ച് ബാക്കി വരും. അപ്പോൾ അത് പിറ്റേ ദിവസം സൺഡേ അല്ലേ, നമുക്ക് സൺഡേ കഴിക്കാമല്ല എന്ന് വിചാരിച്ച് അങ്ങനെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ടാരീസ് ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരു സാധനം ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ട് നോക്കി നിൽക്കണേണ്. റോജർ പോയിട്ട് മേടിച്ചിട്ട് തന്നെയാണ്, റോജറിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അവൻ്റെ വെള്ളം കുടിക്കുന്ന ബോട്ടിലിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പായൽ പിടിക്കണം, എത്ര കഴുകിയാലും പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും പായൽ. ബോട്ടിലൊരു കുഴപ്പമില്ല എങ്കിലും അവൻ പറഞ്ഞ് കുറേ നാളായില്ല ആ ബോട്ടിൽ ഉപയോഗിക്കണം, അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു ബോട്ടിൽ മേടിക്കുക എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു ബോട്ടിൽ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്താണ്. നല്ല ചോക്ലേറ്റ് അത് കാണിച്ചില്ലല്ലേ? ആ ഓക്കെ, ഇത് നമ്മളിവിടെ മേടിക്കും. എല്ലാവർക്കും ഞാൻ വേണ്ടി മേടിച്ചാണ്. അതല്ലേ ഞാൻ ചില മനസ്സിലാവുള്ളൂ, അതൊന്നുമില്ല. ആ അതൊന്ന് വേഗം തുറ അടിയിൽ അതെ കൊച്ചു നോക്കിയിരിക്കണേ ഉണ്ടാവുന്നേ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, അന്നേ ഒരു ഡാർക്ക് ഷെയ്ഡുമാണ്. കലക്കി പായലായ കാണൂല. ഇതെന്താണ് സമയം എഴുതി വെച്ചേക്കുന്നത്? ഓ ഇത് പ്ലാസ്റ്റിക്കാണ് ഇവന് വേണ്ടത്. കാരണം 2 ലിറ്ററിൻ്റെ ആണ്. നമ്മുടെ പോലത്തെ ബോട്ടിൽ ഇവന് ഇഷ്ടമില്ല. മേടിച്ചേരാന്ന് പറഞ്ഞല്ലേ. അവനെ ഇങ്ങനെ പിടിച്ചിട്ട് കുടിക്കാൻ എളുപ്പം. മറ്റേത് 2 കൈ കൊണ്ടൊക്കെ പിടിക്കാൻ പിള്ളേർ വാട്ടർ ബോട്ടിൽ പിടിച്ച് കുടിക്കണ പോലെ ഇരിക്കും അല്ലടാ. ആ അങ്ങനെയൊക്കെ വിറക്കും. സെറ്റ് കടിച്ച് തിന്നണ വെള്ളം പിടിച്ചിട്ടുണ്ട് ഞാൻ. പിടി പിടിച്ചാലും നിരത്തി വീഴും. അപ്പോൾ റോജൻ്റെ അടുത്ത് ഞാനിത് മേടിക്കേണ്ടെന്ന് പലതവണ പറഞ്ഞു. പക്ഷെ അവനത് നിർബന്ധം അത് തന്നെ വേണമെന്നുള്ളത്. കാരണം ഈ ടൈപ്പ് ബോട്ടിൽ ഉപയോഗിച്ചവന് മതിയായി. പക്ഷേ ഈ ടൈപ്പ് ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾക്ക് കൈ കിടത്തി അറ്റം വരെ കഴുകാൻ പറ്റും. മറ്റേതിൽ അങ്ങനെ കഴുകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബ്രഷ് ഇട്ട് കഴുകിയാലും അത്രയും വൃത്തിയാവില്ല. ഇതിനകത്താകുമ്പോൾ കൈയൊക്കെ ഇട്ടിട്ട് ബ്രഷൊക്കെ ഇട്ട് തേച്ചൊക്കെ കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ടും അവന് വേണ്ട, എനിക്ക് മറ്റേ ഈ മോഡലിനി മടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് മറ്റേത് മേടിച്ചത്. അത് ഏതാണ്ട് 900 അടുത്ത് കൂടുതൽ വിലയുണ്ട്. 900-നേലും കൂടുതൽ വിലയുണ്ട്.
ഈ ബോട്ടിൽ ഏകദേശം 600 രൂപ എങ്ങനെ എന്തോ ആണ്. ഞാൻ മേടിച്ചു കൊടുത്തതായിരുന്നു ഒരു പ്രാവശ്യം, സർപ്രൈസായിട്ട് കൊടുത്തായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ ബോട്ടിൽ മേടിച്ചു കൊടുത്തപ്പോൾ. അവൻ ജിമ്മിൽ പോണ ടൈമിലായിരുന്നു, അതിന് മുൻപായിരുന്നു. അതിന് കഴിഞ്ഞ ഉടനെ തന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ബോട്ടിലൊക്കെ ആയിട്ടാണ് ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു. പിന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിലില്ലേ, അത് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നതാണ്, ഇടക്കിടക്ക് കാണുന്നതാണ്. നമ്മൾ മീനൊക്കെ മേടിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മീൻ ഈ സമയത്ത് മേടിക്കാമോ, ഷിപ്പ് അപകടം നടന്നിട്ട് കെമിക്കലൊക്കെ കടലിൽ അയക്കുന്നതല്ലേ, അതുകൊണ്ട് മേടിക്കാമോ വെക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇനി വെക്കല്ലേ ചേച്ചി, ഇനി മേടിക്കല്ലേ ചേച്ചി എന്നൊക്കെയുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഓരോ ഇതൊക്കെ ഞാൻ മെസ്സേജസ് കമൻസ് കാണാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ കമൻസിന് മറുപടി കൊടുക്കാറുണ്ട്. മീൻ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, മീനിനൊക്കെ ഒരു കുഴപ്പമില്ല. അത് തെറ്റായ ആ ഒരു ഇൻഫർമേഷൻസാണ് നമ്മൾക്ക് മീഡിയ വഴി പാസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒരു പ്രശ്നങ്ങളുമില്ല മീൻ കഴിക്കുന്നതിന്. നമ്മളുടെ വീട്ടിൽ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അവരോട് ഞാൻ ചോദിച്ച് ഇതെന്താ സംഭവം എന്നപ്പോൾ അവർ പറഞ്ഞത് വളരെ തെറ്റായ ഇൻഫർമേഷൻസാണ് ഇങ്ങനെ പാസ് ചെയ്യണത്. അത് മീൻകാരുടെ ജീവിതത്തിനെയാണ് ബാധിക്കുന്നത്, മീൻ കച്ചവടക്കാരുടെ, മീൻകാരെന്നല്ല, മീൻ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞങ്ങളുടെ ഇവിടെ അതിൻ്റെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മീൻകറിയും കപ്പയൊക്കെ വെച്ചിട്ട് പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി പാസ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കുഴപ്പങ്ങൾ ഉള്ളത് കണ്ടിട്ടുണ്ട്, പല അപകടങ്ങളും കണ്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെ മറിയുന്നത്. പക്ഷേ ഇത് ഇവിടെ ഉള്ളത് വളരെ നിസ്സാരമായ കാര്യമാണ്. മീനിന് ഒരു കുഴപ്പവും വരില്ല. അതിൽ ലോഡ് ചെയ്തേക്കുന്ന കാർഗോൻ്റെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം ഒരു കുഴപ്പവും വരില്ല മീനിന്. അപ്പോൾ അത് ഞങ്ങൾ മീൻ വാങ്ങും. അത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മീൻ വാങ്ങിക്കണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധിക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളോട് ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ റയൻ ഒരു 8 മണിയായപ്പോഴത്തേക്ക് അന്ന് ശനിയാഴ്ച വിളിച്ച് ഒരു 10 മണി വരെ എല്ലാവരോടും സംസാരിച്ചേട്ടാ. അവനിപ്പോൾ ഉള്ളത് കാനഡയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ടൊറൻറ്റോയിലാണ് കേട്ടോ ഉള്ളത്. സ്ഥലം ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു 10-15 ദിവസം കൂടി അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവന് സ്പെയിനിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്